ബാക്ക് ടു വാക്ക് വിത്ത് ദിവ്യ. സോ ഇന്ന് നമ്മൾ ഓഫീസ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് കടുത്തുരുത്തിയിലെ മാംഗോ മെഡോസിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് വേൾഡ്സ് ഫസ്റ്റ് അഗ്രികൾച്ചറൽ തീം പാർക്ക്. എനിക്ക് ഈ അഗ്രികൾച്ചറൽ തീം പാർക്ക് എന്ന കൺസെപ്റ്റ് തന്നെ വളരെ പുതുമയുള്ളതായിരുന്നു. ഇതിനു മുമ്പ് ഇവൻ ഈ സ്ഥലത്തെ പറ്റി പോലും ഞാൻ അങ്ങനെ കേട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഫെൽ സോ ഫ്രഷ് ഫോർ മീ. ഇവിടെ വലിയൊരു ഇക്കോസിസ്റ്റം അതാണ് ഇവിടെ കാണാൻ സാധിക്കുക. വലിയ മരങ്ങളും ചെടികളും കൃഷിയിനങ്ങളും പക്ഷികളും വളർത്തു മൃഗങ്ങളും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഇങ്ങനെ ചില കോട്ടേജസും പിന്നെ തനത് കേരളത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില നിർമ്മിതികൾ, പരമ്പരാഗത വ്യവസായ മാതൃകകൾ എന്നും വേണ്ട. ഇവിടെ എന്താണ് ഇല്ലാത്തതെന്ന് പറയാനാകും ഏറെ ബുദ്ധിമുട്ട്. ആൻഡ് ഇതാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന കോട്ടേജ്. ഒരു സെമി ഫ്ലോട്ടിംഗ് മോഡലിലാണ് വരുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ബെഡ്റൂമിലാണെങ്കിലും ലിവിങ് ഏരിയയിലാണെങ്കിലും ഒക്കെ ഈ ഒരു കാർപ്പറ്റ് മാറ്റി കഴിഞ്ഞാൽ ഫിഷ് ഫീഡിങ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയും കൂടി ഉണ്ട്. ആൻഡ് എന്നെ സംബന്ധിച്ച് അവിടെ ചെയ്തതിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. ആൻഡ് ഓൾസോ ഇവിടെ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമല്ല മറ്റ് ചില ഫൺ ആക്ടിവിറ്റീസും റൈഡ്സും ഒക്കെ അവൈലബിൾ ആയിരുന്നു. ആൻഡ് വി സ്റ്റാർട്ടഡ് ഇറ്റ് ഓഫ് വിത്ത് സം 12D സ്ക്രീനിങ് എക്സ്പീരിയൻസ്. അതും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് തുടക്കം മോശമായില്ല. ഇനി ഇവിടേക്ക് ഒന്ന് ചുറ്റി കണ്ടേക്കാന്ന് വിചാരിച്ചു. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഓട്ടോ റിക്ഷോസ്, ബഗ്ഗി വെഹിക്കിൾസ്, ഡബിൾ ഡെക്കർ ബസ്, എന്തിന് ട്രെയിൻ വരെ. നമ്മൾ കുറച്ച് ഏരിയയൊക്കെ ഓൾറെഡി ചുറ്റി നടന്ന് കണ്ടതാണെങ്കിലും ഈ ടോപ്പ് ഡെക്കിലുള്ള റൈഡ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. അതുപോലെ ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഒരു ഗൈഡ് കൂടി വരും. അവരവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ആൻഡ് ലഞ്ച് ഡൺ. ഇനി പോകുന്നത് ബോട്ട് റൈഡ്സ് ആണ്. നമ്മൾ കയറിയത് പെഡൽ ബോട്ടിലും കുട്ടാഞ്ചിയിലാണ്. കറക്റ്റ് ടൈമിലൊരു ചെറിയ മഴയും കൂടി പെയ്തുകൊണ്ട് സംഭവം അടിപൊളിയായിരുന്നു. ഓൾ താങ്ക്സ് ടു അമൽ, എബിൻ ആൻഡ് ജെറി. അവരാണ് പെഡൽ ചവിട്ടിയും കുട്ടാഞ്ചി തുഴയൊക്കെ ചെയ്തത്. പ്രത്യേകിച്ച് 6 പേരുടെ ഒരു പെഡൽ ബോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോയത് പെൻഡുലം റൈഡ്, വുഡൻ റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വിങ് മോഷനിൽ പോകുന്ന അതിലായിരുന്നു. ഓ ഗോഡ്, അന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് നമുക്ക് പറ്റിയ പണിയല്ല. സ്റ്റിൽ ഇറ്റ് വാസ് ഫൺ. നെക്സ്റ്റ് ചുറ്റിക്കാണലാണ്. അതിനായിട്ട് മുമ്പ് പറഞ്ഞാൽ കൂടാതെ നമുക്ക് ഇതുപോലുള്ള കാർട്ടോ സൈക്കിളോ ഒക്കെ എടുക്കാവുന്നതാണ്. ആദ്യം ഒരു 100 rupees ക്യാഷ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുമ്പോൾ അവരത് റീഫണ്ട് ചെയ്യും. എനിക്കത് വീഡിയോ തോന്നിക്കാൻ പറ്റില്ല. അങ്ങനെ കാട്ടിങ്ങും സൈക്ലിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരക്കമഞ്ഞ് നടക്കാണ്. കാരണം നമ്മൾ കാണാത്ത ഒരുപാട് ഏരിയയും ചെയ്യാത്ത കുറേ ആക്ടിവിറ്റീസും ബാക്കിയുണ്ട്. അവിടെ എല്ലാവരും ഫിഷിങ് ചെയ്യുന്ന കണ്ടു. പക്ഷെ അത് അത്ര തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ഏരിയ അല്ലാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. ക്ലേ പോട്ടറി മേക്കിംഗ് ഒന്ന് കാണുമോ ചെയ്യുകയോ ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ട് ആ പോട്ട് ഉണങ്ങി കൊണ്ടുപോകാനായിട്ട് കുറച്ച് സമയം വേണം. രാവിലെ ചെയ്തിരുന്നെങ്കിൽ അത് സെറ്റായിരുന്നു. പക്ഷേ ഇനി അത് നടക്കില്ല. എനിക്ക് തോന്നുന്നു 100 rupees എന്തോ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് പോട്ടറി മേക്കിംഗ് ചെയ്ത് അത് ഉണ്ടാക്കുന്ന പോട്ട് വീട്ടിൽ കൊണ്ടുപോകാം. സോ വെരി ലക്ക് നെക്സ്റ്റ് ടൈം. ഇത് ഉള്ളിൽ തന്നെയുള്ളൊരു കാവും അതിനോട് ചേർന്നുള്ള കുളമാണ്. ഇവിടെയും ഒരുപാട് മീനുകൾ ഉണ്ട്. മീനുള്ള മിക്കയിടത്തും തന്നെ അതിന് കൊടുക്കാനുള്ള ഫുഡും വെച്ചിട്ടുണ്ടാവും. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് വാട്ട് ഐ ഹാവ് ക്യാപ്ചേർഡ്. നമ്മളെ ക്യാപ്ചർ ചെയ്തതിലും ഇവൻ കണ്ടതിലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും അവിടെ ബാക്കിയുണ്ട്. മേ ബി അനദർ ടൈം. ആട് സിനിമയിൽ മാത്രം കേട്ടുപരിച്ചുള്ള നീലക്കൊടുവേലി, സീതാദേവി തപസ്സിരുന്ന മരവും അങ്ങനെ എണ്ണിയാ തീരാത്ത ചെടികളും മരങ്ങളും കാണാനും കേൾക്കാനും കൂടുതൽ അറിയാനും ഒക്കെ ആയിട്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദി ഡേ. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും ആരും ഡിന്നർ കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരു വട്ടം കൂടി അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വി ആർ ലീവിങ്. So, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വിസിറ്റ് സം ന്യൂ പ്ലേസസ് ദാറ്റ് യു മൈറ്റ് ലവ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.